എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് താറാവ് മപ്പാസ് കറിയായിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയായിരിക്കും താറാവ് മപ്പാസ്, കുട്ടനാടൻ താറാവ് മപ്പാസ്. അടിപൊളി ടേസ്റ്റിയാണ്, സിമ്പിൾ റെസിപ്പിയാണ്, കൂടുതൽ മസാലകളൊന്നുമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് താറാവ് മപ്പാസ് ഉണ്ടാക്കിയാലോ? വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് താറാവ് മപ്പാസ് ഉണ്ടാക്കിയാലോ? വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യം ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടത് ഒരു ടീസ്പൂൺ കുരുമുളക്, 2 ടീസ്പൂൺ വലിയ ജീരകം, പെരുംജീരകം, പിന്നെ 6-7 അല്ലി വെളുത്തുള്ളി, ഒരു 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കൂടാതെ പട്ട, ഗ്രാമ്പൂ ഞാനൊരു കുറച്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട്. ഇതിന് ഉപയോഗിക്കുന്നത് ഏകദേശം ഒരു 1/2 കിലോളം ഇറച്ചിയുണ്ട്. താറാവിൻ്റെ ഇറച്ചിയുണ്ട്, 1/2 കിലോളം ഉണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയുടെ പാലാണ്. ഇത് 1-ാം പാൽ ഞാൻ ഇവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കൂടാതെ 2-ാം പാൽ ഇവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്ന് താറാവ് മപ്പാസ് വെക്കുന്നത് കുക്കറിലാണ്. താറാവിന് നല്ല വേവുള്ളതുകൊണ്ട് നമുക്ക് കുക്കറാണ് നല്ലത്. കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അരപ്പൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 വലിയ കഷ്ണം സവാള കട്ട് ചെയ്തതാണ്. അത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ വഴറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആ പൊടികൾ ആഡ് ചെയ്യാം. അത് നമുക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. പൊടികളൊക്കെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച താറാവ് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് താറാവ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മസാല ഒന്ന് നല്ലോണം മിക്സ് ആവണം ഇതിൽ. അതിന് നമുക്കൊരു 5 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം നല്ലോണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണേ. ഇപ്പം ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. നോക്കിയിട്ട് ആഡ് ചെയ്യാം. ഒന്നുകൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്.
ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചിട്ടാണ് നമ്മളിത് വേവിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. നമുക്ക് ഇതിന് അടച്ച് വെച്ച് കുക്കർ ഒരു 5 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കണം. നമുക്കൊരു 5 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു 5 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ വെന്തിട്ടുണ്ട്, നല്ലോണം വെന്തു. ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നാം പാൽ ചേർത്തിട്ട് ഇച്ചിരി ഒന്ന് തിളപ്പിക്കും, അത്ര മാത്രമേ വേണ്ടൂ. ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കും. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നല്ല അടിപൊളി ജസ്റ്റ് ഒന്ന് വെന്ത് കണ്ടിയാൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ താറാവ് മപ്പാസ് റെഡി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി.